ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ബിഗിനർ ആയിരുന്ന സമയത്ത് എഴുതിയ ആൻസേഴ്സും പിന്നെ ഇപ്പോൾ എഴുതുന്ന ആൻസേഴ്സും തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് സീറോ എന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെയാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ്. പിന്നെയാണ് നമ്മൾ അതിൽ നിന്ന് മിസ്റ്റേക്കൊക്കെ അറിഞ്ഞിട്ട് വീണ്ടും ഡെവലപ്പ് ചെയ്തിട്ട് ഏറ്റവും അവസാനം ഒരു നല്ല ടോപ്പേഴ്സിനെ പോലെ എഴുതാൻ പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ആൻസർ എഴുതി തുടങ്ങിയ സമയത്ത് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. എനിക്ക് ഒരു ആൻസർ എഴുതാൻ ഇങ്ങനെ എല്ലാ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ആൻസേഴ്സ് എഴുതാൻ വേണ്ടി എനിക്ക് ഒത്തിരി ടൈം എടുക്കുമായിരുന്നു. ഏകദേശം 1.5 മണിക്കൂറൊക്കെ എടുക്കുമെന്ന് തോന്നുന്നു. അത്ര എടുത്തായിരുന്നു. എന്തായാലും 1 മണിക്കൂറിൽ കൂടുതൽ എടുക്കുമായിരുന്നു ഒരു ഉത്തരം എഴുതാനായിട്ട്. സോ ആ ഒരു സ്റ്റേജിൽ നിന്ന് ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ എഴുതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 14 മിനിറ്റ് എടുത്തോളം എനിക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രത്തോളം അത്ര ടൈമിനുള്ളിൽ എനിക്ക് അത്രത്തോളം കുറച്ച് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വേറെ ഒന്നും കൊണ്ടല്ല, അത് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇത്രയും ഇതായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമുക്ക് അത്രയും കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നത് ടൈം. ഇപ്പോൾ എൻ്റെ എയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 9 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുക, ഒരു 10 മിനിറ്റ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുക. അതാണ് ഒരു എയിമായിട്ട് വെക്കുന്നത്. സോ അതിന് ഇനിയും പ്രാക്ടീസിൻ്റെ ആവശ്യമുണ്ട്. സോ അതിന് കുറേ കാര്യങ്ങൾ. അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ ആൻസർ തുടങ്ങിയ സമയത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ എഴുതാൻ തുടങ്ങിയ സമയത്ത് എനിക്കറിയാമായിരുന്നു ആൻസർ റൈറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല, ക്ലൂ ഉണ്ടായിരുന്നില്ല, എങ്ങനെ ആൻസേഴ്സ് എഴുതണം, എങ്ങനെ ബ്രേക്ക് ചെയ്യണം, അതിൻ്റെ സ്ട്രക്ചർ എന്താ എന്നുള്ളതൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ മിക്കവാറും ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ UPSC പ്രിപ്പറേഷനിൽ നിൽക്കുന്നത്. ചിലപ്പോൾ അവർ അതിൻ്റെ ഒപ്പം ഗ്രാജുവേഷൻ്റെ ഒപ്പം തന്നെ UPSC പ്രിപ്പറേഷൻ ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഞാനൊരു കാര്യം പറയാം. നമ്മൾ കോളേജിൽ ഉത്തരം എഴുതുന്ന പോലെയല്ല UPSCയിലോട്ട് വരുമ്പോൾ നമ്മൾ ആൻസേഴ്സ് എഴുതുന്നത്. കോളേജിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യന് കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യണം. അതിലെന്താണോ പറഞ്ഞിരിക്കുന്നത് അത് തന്നെ എഴുതണമെന്നില്ല, കറക്റ്റ് അത് തന്നെ എഴുതണമെന്നൊന്നും ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ക്ലൈമറ്റ് ചേഞ്ച് എന്താണ്, അതിൻ്റെ എഫക്ട്സ് എന്താണ്, കാര്യങ്ങൾ എന്താണ് എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പക്ഷേ UPSCയിലോട്ട് വരാൻ നേരത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം. ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെയാണ് ഇന്ത്യൻ അഗ്രികൾച്ചറിനെ എഫക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ, ആൻഡ് വാട്ട് ആർ ദ മെഷേഴ്സ് ഓഫ് ദ ഗവൺമെൻറ് ടു മിറ്റിഗേറ്റ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ക്ലൈമറ്റ് ചേഞ്ച് എന്താ, അതിൻ്റെ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് എന്തൊക്കെ എഫക്ട്സ് ആണ്, എന്തൊക്കെ ചലഞ്ചസ് ആണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ എഫക്ട്സ് ആണ് എന്തൊക്കെ ഉണ്ടാവുന്നതെന്ന് വെച്ചിട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. പക്ഷേ UPSCയിലോട്ട് വരാൻ നേരത്ത് നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ അല്ല നിങ്ങളവിടെ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. അതിൽ ക്വസ്റ്റ്യനിൽ അവർ വ്യക്തമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നതെന്നല്ല ചോദിച്ചിരിക്കുന്നത്, ഇന്ത്യൻ അഗ്രികൾച്ചറിനെ എങ്ങനെയായിരിക്കും അഫക്റ്റ് ചെയ്യുന്നതെന്നാണ്. ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെ ഇന്ത്യൻ അഗ്രികൾച്ചറിനെ എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യന് അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടത്തില്ല. പിന്നെ UPSCയിലോട്ട് വരാൻ നേരത്ത് നമുക്ക് കോളേജിൽ ഉത്തരം എഴുതുന്ന പോലെ അല്ല UPSCയിലേക്ക് വരാൻ നേരത്ത് എഴുതുമ്പോൾ. കോളേജിൽ നമുക്ക് ഇങ്ങനെ എന്താ പറയുക, നമുക്ക് ഇഷ്ടമുള്ളത് ആ ഒരു ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് ഇഷ്ടമുള്ള പോലെ എഴുതാം. പക്ഷേ UPSCയിലോട്ട് വരാൻ നേരത്ത് ഒരു ആൻസറിന് അതിൻ്റേതായിട്ടുള്ളൊരു സ്ട്രക്ചർ ഉണ്ട്. അതായത് UPSC ആൻസേഴ്സ് എഴുതാൻ നേരത്ത് ഒരു ഇൻട്രൊഡക്ഷൻ വേണം, ബോഡി വേണം, കൺക്ലൂഷൻ വേണം. ഇതാണ് ആ ഒരു സ്ട്രക്ചർ. ആ ഒരു സ്ട്രക്ചറിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ആൻസേഴ്സ് എഴുതുക, അതായത് എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അത് കറക്റ്റ് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ആ ക്വസ്റ്റ്യൻസിനെ കട്ട് ചെയ്ത് ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. അതെങ്ങനെ ബ്രേക്ക് ചെയ്യേണ്ടതെന്ന് അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അനാലിസിസിൻ്റെ വീഡിയോ അല്ലേ, എൻ്റെ ആൻസേഴ്സ് അനലൈസ് ചെയ്യുന്നൊരു വീഡിയോയിൽ. അപ്പോൾ ആൻസേഴ്സ് ചെയ്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് ക്വസ്റ്റ്യൻ എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അത് അഡ്രസ്സ് ചെയ്യണം. പിന്നെ നമുക്ക് ഓരോരോ കീ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടാവും, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്, അത് അണ്ടർലൈൻ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് പേപ്പേഴ്സ് നോക്കാനുണ്ടാവും. ഇപ്പോൾ ഇങ്ങനെ ഒരു അണ്ടർലൈൻ ചെയ്യാതെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഫുള്ള് വായിച്ച് നോക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ നോക്കാൻ നേരത്ത് അവർക്ക് മനസ്സിലാകും, എന്താ പറയുക, ഇതാണ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്, ഈ ഒരു ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ന കാര്യമാണെന്ന് അവർക്കത് മനസ്സിലാകും. സോ അതിനാണ് നമ്മുടെ മെയിൻ പോയിൻറ്റ്സ് എല്ലാം അണ്ടർലൈൻ ചെയ്ത് വെക്കണം എന്ന് പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് ഇന്ത്യയുടെ മാപ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനിൽ മാപ്പ് ഇൻക്ലൂഡ് ചെയ്യുക. ഇപ്പോൾ ഒരു എന്താ പറയുക, ഹിമാലയത്തിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സൈഡിൽ ഫിഗർ 1 എന്ന് പറഞ്ഞ ഇമേജ് 1 എന്ന് പറഞ്ഞ നമ്പർ കൊടുത്തിട്ട് ഒരു ഹിമാലയത്തിൻ്റെ ഇത് വരച്ചിട്ട് ഒന്ന് അടയാളപ്പെടുത്തി നോക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് മാർക്ക് കൂട്ടും. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എക്സാമ്പിൾസും കേസ് സ്റ്റഡീസൊക്കെ അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക.
പിന്നെ ഡയഗ്രാംസ് ഗ്രാഫ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. പിന്നെ പിക്ചേഴ്സ് വരച്ചിട്ട് അത് എഴുതാൻ നോക്കുക. പിക്ചേഴ്സ് വരച്ചിട്ട് എഴുതാൻ പറ്റുന്ന ആൻസേഴ്സ്. ഇപ്പോൾ ഈ ഹിസ്റ്ററിയിൽ വരാൻ നേരത്തെ ഇപ്പോൾ സ്തൂപ ആർക്കിടെക്ചറിനെ സ്തൂപ ആർട്ടിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചോദിക്കാൻ നേരത്ത് ആ ഒരു സ്തൂപ ആർട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ചോള ആർക്കിടെക്ചറിനെ കുറിച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു ഡയഗ്രാം ഒക്കെ കിട്ടും നമുക്ക്. അപ്പോൾ അത് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല മാർക്ക് കിട്ടും. അങ്ങനെ പിക്ചേഴ്സ്, ഡയഗ്രാംസ്, മാപ്സ് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നല്ല എക്സാമ്പിൾസും കേസ് സ്റ്റഡീസൊക്കെ നമുക്ക് ന്യൂസ് പേപ്പറും കറണ്ട് അഫയേഴ്സിൽ നിന്ന് കിട്ടും. ഇപ്പോൾ ഇന്നലെ തന്നെ ഞാനൊരു കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഒഡീഷ 20 lakhsോളം 20 ലക്ഷത്തോളം പാം ട്രീസ് എന്തിനാണ് പ്ലാൻ ചെയ്യുന്നത് എന്താ പറയുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്കൊരു കുട്ടി നന്നായിട്ട് അതിൻ്റെ ആൻസേഴ്സ് എനിക്കതിൽ കമൻറ്റ് സെക്ഷനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലിടാം. നന്നായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒഡീഷയിൽ കോസ്റ്റൽ റീജിയനല്ലേ, അവിടെ ലൈറ്റ്നിങ് സ്ട്രൈക്സ് ഭയങ്കര അവർക്കൊരു ബർഡനാണ്. സോ ലൈറ്റ്നിങ് സ്ട്രൈക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ പാം ട്രീസ് പ്ലാന്റ് ചെയ്യുന്നത്. പോരാത്തതിന് പാം ട്രീസ് നോക്കുവാണെങ്കിൽ നല്ല മോയ്സ്ചർ കണ്ടൻസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ മറ്റേ ട്രങ്കിൽ അത് മോയ്സ്ചർ ഹോൾഡ് ചെയ്യും. പിന്നെ അത് നമ്മുടെ എന്താ പറയുക എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുള്ളാണ്. സോ ഇപ്പോൾ ഇതെന്തിനാണ് എടുത്ത് വെക്കുന്നത് എന്നുള്ളത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലൈറ്റ്നിങ്ങിനെ കുറിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ UPSC ചോദിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ വാട്ട് ആർ ദ മെഷേഴ്സ് ടു മിറ്റിഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മെഷേഴ്സിൻ്റെ ഇടയിൽ ഇങ്ങനെ പ്ലാന്റിങ് പാം ട്രീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എക്സാമ്പിൾ പോലെ ഇങ്ങനെ എഴുതാം. ഒഡീഷ ഗവൺമെൻറ് പ്ലാനിങ് ടു പ്ലാൻ 20 lakhs പാം ട്രീസ് എന്ന് പറഞ്ഞ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ മാർക്ക് കിട്ടും. സോ ഇങ്ങനെ എക്സാമ്പിൾസ് എല്ലാം കളക്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അത് ഇത്തിരി റിവിഷൻ ചെയ്യുക. എന്നിട്ട് പറ്റുന്നത്ര അത് നമ്മുടെ ആൻസേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ വുമൻസിനെതിരായ വയലൻസ് കൂടി വരുന്നു എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് സൊസൈറ്റിയിൽ ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ് ലീഡിങ് ടു വയലൻസ് അഗൈൻസ്റ്റ് വുമൺ, അപ്പോൾ അത് എഴുതിയിട്ട് ഞാൻ എഴുതിയേക്കുന്ന ഒരു പോയിൻ്റാണ് ജുഡീഷ്യൽ ഡിലേസ്. അതായത് നമുക്ക് ഇപ്പോൾ ഒരു വുമൻസിൻ്റെ ഇതിലായിട്ടുള്ള വയലൻസ് സംഭവിക്കുമ്പോൾ അതിൻ്റെ വിധി വരാൻ വേണ്ടിയിട്ട് നല്ല ഡിലേ എടുക്കുന്നുണ്ട്. അതാണ് ജുഡീഷ്യൽ ഡിലേ. അത്ര എഴുതിയാൽ മതി നമ്മൾ. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് ഞാനൊരു കൊടുത്തേക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിർഭയ കേസിൻ്റെ ട്രയൽ ഏകദേശം ഒരു 8 വർഷത്തോളം എടുത്തു അതിൻ്റെ ട്രയൽ വരാൻ വേണ്ടിയിട്ട്, അതിന് ജസ്റ്റിസ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഇത് ജുഡീഷ്യൽ ഡിലേ ആണ്. ഇത് പീപ്പിളിന് ജനങ്ങളിൽ നിയമത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര എഴുതിയാൽ മതി. ഒരു എക്സാമ്പിൾ പോലെ ഇത്ര എഴുതിയാൽ മതി. ദ ട്രയൽ ഓഫ് നിർഭയ കേസ് 2012 took 8 years എന്ന് പറഞ്ഞാൽ എഴുതിയാൽ മതി. ഇങ്ങനത്തുള്ള എക്സാമ്പിൾസൊക്കെ എഴുതുന്നത് നമ്മുടെ ആൻസേഴ്സിൻ്റെ എന്താ പറയുക നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഒരു കാര്യം. അപ്പോൾ എന്തൊക്കെയാണ് പിന്നെ നിങ്ങളിപ്പോൾ UPSCക്ക് ആൻസേഴ്സ് എഴുതാൻ പോകാൻ നേരത്ത് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്നറിയത്തില്ല. ഓക്കെ, ഇതുപോലെ ഒരു ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ഓൺലൈൻ ഇതിൽ നിന്ന് കിട്ടും നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൽ ആൻസർ റൈറ്റിംഗ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു A4 ഷീറ്റ് എടുക്കുക. A4 ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ 4 സൈഡും വരയ്ക്കുക. 4 സൈഡും വരച്ച് കഴിഞ്ഞിട്ട് സ്കെയിൽ യൂസ് ചെയ്തിട്ട് എന്നിട്ട് ആ ഒരു ഇത് വേണ്ട, ഈ ബോക്സ് കണ്ടില്ലേ, ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ മാത്രം ആൻസർ എഴുതി പഠിക്കുക. പിന്നെ നമ്പേഴ്സ് എല്ലാം ഇടുമ്പോൾ ആ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ ഇടണം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു A4 സൈസ്, ഞാൻ ആദ്യം ഒരു A4 സൈസ് നോട്ട്ബുക്കിലാണ് ആൻസേഴ്സ് എഴുതി പഠിച്ചത്. ഇതുപോലെ ഞാൻ 4 സൈഡും വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ആൻസേഴ്സ്. ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ പുറത്താണ് നമ്പേഴ്സ് ഇട്ടേക്കുന്നത്, ഉള്ളിലിടുന്ന നമ്പേഴ്സ്. അപ്പോൾ അങ്ങനെ ആൻസേഴ്സ് ചെയ്താൽ അപ്പോൾ ഇത്രയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് എൻ്റെ ഞാൻ എഴുതിയ ആൻസേഴ്സ് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തൊക്കെ മിസ്റ്റേക്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ മിസ്റ്റേക്ക് അതിൽ നിന്നൊക്കെ എന്തൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇതൊക്കെയായിരുന്നു എൻ്റെ ആൻസേഴ്സ് ഉണ്ടായിരുന്നത്.
അപ്പോൾ നമുക്ക് ഇതായിരുന്നു ഫസ്റ്റ് എന്താ ആൻസേഴ്സ് നോക്കാമെന്നതിൽ. ഇതിൽ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ആർട്ടിക് റീജിയൻ ഫോർ ദ ഗ്ലോബൽ ക്ലൈമറ്റ് ആൻഡ് എക്കണോമി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനുമറേറ്റ് ദ കീ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യാസ് ആർട്ടിക് പോളിസി. ഇന്ത്യാസ് ആർട്ടിക് പോളിസിയുടെ കീ ഫീച്ചേഴ്സും ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആർട്ടിക് റീജിയൻ്റെ പടം വരച്ചിട്ടുണ്ട്, പക്ഷെ അത് ഗുഡാണ്. പക്ഷെ അതൊരു ബോക്സിലാക്കി എനിക്ക് കൊടുക്കാമായിരുന്നു. എന്നിട്ടൊരു IMGന്ന് എഴുതിയിട്ട് ഇതിൻ്റെ ആർട്ടിക് റീജിയൻ എന്ന് എഴുതി കഴിഞ്ഞാൽ നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ as per world Arctic problem, Arctic region is warming up twice as fast as the global average. The ice cap has shown shrinking since. ഇത് കണ്ട് ഇവിടെയൊക്കെ പോയിന്റ് ഉണ്ട്. WWFൻ്റെ ആർട്ടിക് പ്രോഗ്രാമിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ പോയിന്റ്സ് ഒന്നും ഞാനിവിടെ അണ്ടർലൈൻ ചെയ്തിട്ടില്ല. WWF ആർട്ടിക് പ്രോഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. Global average, warming up twice as global average. The ice cap are shrinking fast since 1918 and the volume of Arctic has declined by much 75%. ഇത്രയും കൊടുത്തിട്ടുണ്ട്. ഒരു ഡീസൻറ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കീ പോയിന്റ്സ് ഉണ്ടല്ലോ, അതൊന്നും അണ്ടർലൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു എക്സാമിനർ നോക്കുന്നത് ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നത്. ഇപ്പം ഞാൻ ഇതൊക്കെ ഈ റെഡിങ് വെച്ചിട്ട് എഴുതിയതുകൊണ്ടാണ് കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ റെഡ് അല്ല, ഞാൻ ബ്ലൂ ആയിരുന്നെങ്കിൽ ഇത് ഫുള്ളൊരു എന്താ പറയുക, അങ്ങനെ നമുക്ക് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലായിരുന്നു ഞാൻ സെയിം ഇങ്ക് തന്നെ യൂസ് ചെയ്ത് എഴുതുവാണെങ്കിൽ. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു കോമൺ ഹെഡിങ് ഒക്കെ ചോദിക്കാൻ നേരത്ത് ഇത് ഇങ്ങനൊരു ബോക്സിലാക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇത്രയും കാര്യങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇത്രയും ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഒരു രണ്ട് മൂന്ന് പോയിന്റ്സ് മാത്രം ഒരു ഹെഡിങ്ങിന് താഴെയൊക്കെ എഴുതിയാൽ മതിയാകും. അത്രയും മതിയാകും. അത്രയുള്ള ടൈമേ നമുക്ക് ഉണ്ടാവുള്ളൂ. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഞാൻ എഴുതിയേക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ആർട്ടിക് റീജിയൻ ഫോർ ദ ഗ്ലോബൽ ക്ലൈമറ്റ് ആൻഡ് എക്കണോമി എന്നും പറഞ്ഞ് ഞാൻ എഴുതിയിട്ടുണ്ട്. എഴുതിയേക്കുന്നത് എന്താ, റൈസ് ഓഫ് സീ ലെവൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കണ്ടില്ലേ, ഇതിനൊക്കെ ഇത് ഇത്രയും എഴുതി വെച്ചിട്ടുണ്ട്. അത്രയും ഇതിൻ്റെ ആവശ്യമില്ല. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകും. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ എഴുതിയാൽ മതിയാവും ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിക്ക് വേണ്ടി. റൈസ് ഓഫ് സീ ലെവലിന് വേണ്ടി ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ സീ ലെവൽ റൈസ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ ഇന്ത്യയുടെ കോസ്റ്റൽ മുംബൈ കൊച്ചിയൊക്കെ വെള്ളത്തിൽ അടിയിലായി പോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ടായി. സോ അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ട്സ് ഒക്കെ ഇവിടെ എഴുതുന്നതായിരിക്കും നല്ലത്. പിന്നെ എന്തെങ്കിലും എക്സാമ്പിൾ വല്ല എഴുതുന്നതായിരിക്കും നല്ലത്. ഇത്രയും എഴുതേണ്ട ആവശ്യമില്ലായിരുന്നു. ഓൾറെഡി സീ ലെവൽ റൈസ് ആവുമെന്ന് അവർക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, പിന്നെ അഫക്ട്സ് ദ ഇൻഡിജിനിയസ് പീപ്പിൾ എഴുതിയിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ നാവിഗേഷൻ കണ്ടോ, ഇവിടെയൊക്കെ നോർത്തേൺ സീ റൂട്ട് വിച്ച് കണക്ട് ദ നോർത്തേൺ അറ്റ്ലാന്റിക് ടു ദ നോർത്തേൺ പസഫിക് ത്രൂ എ ഷോർട്ട് പോളാർ ഐസ്. കണ്ടോ, ഇത് ഇങ്ങനെ എഴുതുന്നതിന് പകരം എനിക്കത് വരച്ച് ആ ഒരു ഇത് വരച്ചൊരു കാണിക്കാമായിരുന്നു ആർട്ടിക് റീജിയൻ്റെ ഇത്, ഇങ്ങനെ ഇത്ര എഴുതുന്നതിന് പകരം. പിന്നെ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഡെപ്പോസിറ്റ്സ് ഇത് കണ്ടോ, ഇവിടേക്ക് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്. 22% വേൾഡ് അൺഎക്സ്പ്ലോർഡ് റിസോഴ്സസ് ഇവിടെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് ഞാൻ. പക്ഷേ അതൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ടില്ല. ഇതൊക്കെ ഭയങ്കര വലിയ മിസ്റ്റേക്സ് ആണ് UPSസിലോട്ട് വരുമ്പോൾ. നമ്മൾ മെയിൻ പോയിന്റ്സ് എഴുതാൻ നിർത്തുക എപ്പോഴും അണ്ടർലൈൻ ചെയ്യണം. പിന്നെ എന്താ ചോദിച്ചിരിക്കുന്നത്, ഇന്ത്യയുടെ കീ ആർട്ടിക് പോളിസീസിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ഇവിടെ എഴുതിയാക്കുന്നത്. പിന്നെയും ഇത് എഴുതേണ്ട ആവശ്യമില്ലായിരുന്നു. ഇഷ്യൂസ് ഇൻവോൾവ് എന്ന് പറഞ്ഞ് എഴുതേണ്ട ആവശ്യമില്ലെന്ന്. ഇന്ത്യയുടെ ആർട്ടിക് പോളിസീനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്, അത് എഴുതുന്നമായിരുന്നു. എനിക്കാണ് എൻവയോൺമെൻ്റലായിട്ട് ഇൻട്രസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഓക്കെ, ഇന്ത്യക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയൊരു കോസ്റ്റ് ലൈൻ ഉണ്ട്. അപ്പോൾ ഈ ആർട്ടിക് റീജിയൻ്റെ മെൽറ്റിങ് നമ്മുടെ സീ ലെവലിന് ഇൻക്രീസ് ചെയ്യും. അത് നമ്മുടെ എന്താ പറയുക കോസ്റ്റൽ റീജിയൻ, നമ്മുടെ വെതർ പാറ്റേൺ, മൺസൂൺ, ഫിഷറീസിനെയൊക്കെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഇത് ഇത്രയും കൂടി ചെറുതാക്കായിരുന്നു. പിന്നെ സയൻറ്റിഫിക് ഇൻട്രസ്റ്റ് ഉണ്ട് ആർട്ടിക് റീജിയനിൽ പറഞ്ഞ പോലെ. എന്താ പറയുക, സയൻറ്റിഫിക് പരമായിട്ട് ഒരുപാട് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. സയൻറ്റിഫിക് റിസർച്ച് ആർട്ടിക് റീജിയണിൽ ഡെവലപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് ആണ്, നമുക്ക് ചൈനേൻ്റെ ഇഷ്യൂസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ റഷ്യ ആയിട്ട് റിലേഷൻഷിപ്പ് കീപ്പപ്പ് ചെയ്യാനുണ്ട്. അങ്ങനെ കുറേ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് ഉണ്ട്. സോ എന്തുകൊണ്ട് ഇന്ത്യയുടെ ഇൻട്രസ്റ്റിന് എഴുതി. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
പിന്നെ ഇത് എഴുതിയേക്കുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയിലെ മേജർ ആർട്ടിക് പോളിസീസ് വീണ്ടും എഴുതിയിട്ടുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര എഴുതണ്ട ഒരു ഇതുപോലെ ഒരു എന്താ ഡയഗ്രാം വരച്ചിട്ട് അതിൻ്റെ ചുറ്റും എഴുതിയാൽ മതിയായിരുന്നു. ആൻഡ് അതിന് താഴെ ഷോർട്ടായിട്ട് വലിയ എക്സാമ്പിൾസും കുറച്ച് പോയിന്റ്സ് ഒക്കെ എഴുതിയാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് കണ്ടില്ലേ, ടൂ മച്ച് ഓഫ് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത് ഇത്രയും എന്തിനാണ് ഒബ്ജക്റ്റീവ്സ് എഴുതുന്നതെന്ന് എനിക്കറിയത്തില്ല. വീണ്ടും എന്തിനാണ് ഒബ്ജക്റ്റീവ്സ് എഴുതിയത് എന്തിനാണോ? നമുക്ക് വേണമെങ്കിൽ ഇത്രയും എഴുതിയിട്ട് ഒരു കൺക്ലൂഷൻ ഇട്ട് സ്റ്റോപ്പ് ചെയ്യാമായിരുന്നു. അത്രയും മതിയായിരുന്നു ആ ക്വസ്റ്റ്യനിൽ. പിന്നെ ഡിസ്കസ് ദ സം ചലഞ്ചസ് ദറ്റ് സ്റ്റാർട്ടപ്പ് ഫേസ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ്സ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്താണ്, പിന്നെ ഹൗ ക്യാൻ ദേ ഓവർകം. അപ്പോൾ നമ്മളോട് എന്താ ഇത് 150% ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്, ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അത് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള, അത് ഓവർകം ചെയ്യാനുള്ള മെഷേഴ്സ്, ഈ 2 കാര്യങ്ങൾ മാത്രമേ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. സോ ഇവിടെ ഞാൻ എഴുതിയേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു ദ ഇന്ത്യസ് വെഞ്ചർ ക്യാപിറ്റൽ റിപ്പോർട്ട് 2021, അത് ആ സമയത്തായിട്ടോ എഴുതുന്നത്. വെഞ്ചർ ക്യാപിറ്റൽ റിപ്പോർട്ട് 2021. ഓക്കെ, ഇത് എഴുതിയിട്ടുണ്ട് ഈ റിപ്പോർട്ടിനെ കുറിച്ചിട്ട്. ഇങ്ങനെ എഴുതുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഞാനിവിടെ ചെയ്ത് തന്ന മിസ്റ്റേക്ക് എന്താ, ഇതിന് അണ്ടർലൈൻ ചെയ്തിട്ടില്ല. ഇതിൻ്റെ അടിയിൽ എന്താ പറയുക, ഇങ്ങനെ വരച്ചിട്ടില്ല. സോ ഇങ്ങനെ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഈ ഇൻവിജിലേറ്റർ നോക്കുമ്പോൾ ഇത് കാണാൻ നേരത്ത് ചിലപ്പോൾ എനിക്ക് നല്ല മാർക്ക് കിട്ടും. സ്റ്റാർട്ടപ്പ് ഹാസ് ഗ്രോൺ എ കോമ്പൗണ്ട് ആനുവൽ ഗ്രേത്ത് ഓഫ് CAG. കണ്ടോ, ഇതിലൊന്നും അണ്ടർലൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, ചലഞ്ചസ് ഓഫ് സ്റ്റാർട്ടപ്പ് കൊടുത്തിട്ടുണ്ട്. ലാക്ക് ഓഫ് ഫോർവേഡ് ട്രസ്റ്റ് ടു ഇന്നോവേഷൻ. ഓക്കെ, ഇത് വേണ്ട. സിമ്പിൾ ലാംഗ്വേജ്, നമ്മളിപ്പോൾ സിമ്പിൾ ലാംഗ്വേജിൽ എഴുതിയാൽ മതിയാവും. നല്ല കട്ടുകട്ടി വേർഡ്സോ കാര്യങ്ങളൊന്നും വേണ്ട. ഇവിടെ ലാക്ക് ഓഫ് ട്രസ്റ്റിന് പകരം ലാക്ക് ഓഫ് വൊക്കേഷണൽ ട്രെയിനിങ് ആൻഡ് ഇന്നോവേഷൻ കൊടുത്താൽ മതിയാകും. പിന്നെ എന്താ പറയുക, അങ്ങനെയാണ്. ഇത്രയും ഇങ്ങനെ വിസ്തരിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിൽ എക്സാമ്പിൾ ഇല്ല, ഒരു കേസ് സ്റ്റഡി ഇല്ല, ഒന്നുമില്ല. ഇത്രയും വിവരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഓവർകം ചെയ്യാനുള്ള മെഷേഴ്സ്, കുറച്ച് ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സ് എഴുതിയിട്ടുണ്ട്. പിന്നെ വേ ഫോർവേഡ് എഴുതിയിട്ടുണ്ട്. എഗെയിൻ ടു മച്ച് ഓഫ് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇത്ര എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് എഴുതിയാൽ മതി. പിന്നെ എസ്പെഷ്യലി കൺക്ലൂഷൻ ഇല്ല, കൺക്ലൂഷൻ മിസ്സിംഗ് ആണ് ഇവിടെ. ഇത് കണ്ടില്ലേ, ഇവിടെ കൺക്ലൂഷൻ മിസ്സിംഗ് ആണ്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ കൺക്ലൂഷൻ ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ ക്വസ്റ്റിന് ഒരു ഇൻകംപ്ലീറ്റ് ആയതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. നമുക്കൊരു ഓപ്പണിംഗ്, ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓപ്പണിംഗ് ഉണ്ട്. കൺക്ലൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റിന് ഒരു ക്ലോസിങ് പോലെയാണ്. ആ ഒരു ക്ലോസിങ് ഇല്ലാതാവുമ്പോൾ നമുക്കൊരു ഇൻകംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യും. മനസ്സിലായില്ലേ? ഇത്രയാണ് എൻ്റെ ആൻസേഴ്സ്. പിന്നെ ഇങ്ങനെ ഇത്തിരി കുറേ ഉണ്ട്, കുറേയൊക്കെ കിട്ടാതെ ഇങ്ങനെ വിട്ട് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, കണ്ട, ഇവിടെ എഗെയിൻ ഇവിടെ കൺക്ലൂഷൻ ഇല്ല. ഇത് ഇന്നലെ ഞാൻ നോക്കി വെച്ചിരുന്നായിരുന്നു. പിന്നെ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ഈ ക്വസ്റ്റ്യൻ പാതിക്ക് വെച്ച് നിർത്തിയാക്കണമാണ്. സോ ഈ ഒരു കാര്യമൊക്കെ എനിക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഏകദേശം എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു ദിവസം എഴുതി തീർക്കാൻ വേണ്ടി ഏകദേശം എനിക്ക് 1.5 മണിക്കൂറിൽ കൂടുതൽ വേണ്ടി വന്നിട്ടുണ്ടാവും. ഒബ്വിയസ്ലി ഇപ്പോൾ ഒരു 150യുടെ വേർഡനാണെങ്കിൽ 1.5 മണിക്കൂർ, 250 അതിലും കൂടുതലായിരിക്കും സമയം ഞാൻ എടുക്കുന്നത്. പിന്നെ ഈ ക്വസ്റ്റ്യൻ കാണില്ലേ, ഡിസ്കസ് ദ റീസൺ ഫോർ ദ റൈസ് ഓഫ് ചൈനീസ് ആൻഡ് ബുദ്ധിസം ഇൻ ഇന്ത്യ ആൻഡ് ദയർ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇങ്ങനെ ആയിരുന്നില്ല എഴുതേണ്ടത്. ഓക്കെ, ജൈനിസം ബുദ്ധിസം വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ് ഡ്യൂറിങ് ദ ലേറ്റർ വേദിക് പീരീഡ്. അത് ഇത്രയും എഴുതേണ്ട ആവശ്യവും ഉണ്ടായിരുന്നൊന്നുമില്ല. ജൈനിസം ആൻഡ് ബുദ്ധിസം വാസ് ഫൗണ്ടഡ് ഇൻ 6th century BC. അത്രയും മതി. ആൻഡ് പിന്നെ ഇങ്ങനെ എഴുതാം. ആൻഡ് എമർജഡ് ആസ് എ മോസ്റ്റ് റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ് ഡ്യൂറിങ് ദ ലേറ്റർ പീരീഡ്. ഇത്രയും എഴുതിയാൽ മതിയായിരുന്നു. ബാക്കി അതിൻ്റെ ഇടയിലുള്ളതൊന്നും ആവശ്യമില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ആയിരുന്നില്ല ഇത് എഴുതേണ്ടിയിരുന്നത്. ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ, റൈസ് ഓഫ് ജൈനിസം ആൻഡ് ബുദ്ധിസം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതണമായിരുന്നു. റീസൺ ഫോർ ദ റൈസ് ഓഫ് ജൈനിസം ആൻഡ് റീസൺ ഫോർ ദ റൈസ് ഓഫ് ബുദ്ധിസം എന്ന് പറഞ്ഞിട്ട് എഴുതാമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇമ്പാക്റ്റ് ചോദിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ഇമ്പാക്റ്റ് എഴുതണമായിരുന്നു. അതിൻ്റെ ഇമ്പാക്റ്റ് ഞാൻ ഇങ്ങനെ എഴുതിയേക്കുന്നത്. സോ രണ്ടും കൂടി ഒപ്പം എഴുതായിരുന്നു. പിന്നെ കൺക്ലൂഷൻ എന്തിനാണ് ഇത്രയും എന്ന് എനിക്കറിയത്തില്ല. ഒരു ചെറിയ കൺക്ലൂഷൻ മതി. ഇത്രേൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത്രയും കണ്ടൻറ്റിൻ്റെ ആവശ്യവും ഇല്ല, ഇത്രയും എഴുതേണ്ടതിൻ്റെ ആവശ്യമൊന്നുമില്ല. സോ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ആൻസർ ഉണ്ടായിരുന്നത്. ഇതിൽ നിന്ന് ഇപ്പോൾ എന്താ പറയുക,
ഇതിൽ നിന്ന് ഇപ്പോൾ ഇങ്ങനെയായി. ഇതിപ്പോൾ ഒരു 250 വേർഡ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്രിട്ടിക്കലി എക്സാമിൻ ദ സോഷ്യൽ ആൻഡ് എക്കണോമിക് ബാരിയർ ഫേസ്ഡ് ബൈ വുമൺ എൻ്റർപ്രണേഴ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സജസ്റ്റ് സ്ട്രാറ്റജീസ് ടു എംപവർ വുമൺ ടു സ്റ്റാർട്ട് ആൻഡ് ഗ്രോ ദെയർ ബിസിനസ്. അപ്പോൾ ഇതിൽ ഞാനൊരു എന്താ പറയുക ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോഷ്യൽ ആൻഡ് എക്കണോമിക് ബാരിയേഴ്സ് ഫേസ്ഡ് ബൈ വുമൺ എൻ്റർപ്രണേഴ്സ്. അപ്പോൾ വുമൺ എൻ്റർപ്രണേഴ്സ് ഫേസ് ചെയ്യുന്ന സോഷ്യൽ ബാരിയേഴ്സ് എഴുതണം, എക്കണോമിക് ബാരിയേഴ്സ് എഴുതണം. അപ്പം ഫസ്റ്റ് ഞാനൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു. ഇതിൽ വുമൺ എൻ്റർപ്രണർ പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ട്രൈനിങ് വുമൺ ലെഡ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് സോഷ്യൽ പ്രോഗ്രസ്. കണ്ടില്ലേ, ഇവിടെ വുമൺ ലെഡ് ഗ്രോത്തിനും എക്കണോമിക് ഗ്രോത്തിനും സോഷ്യൽ പ്രോഗ്രസ്സിനൊക്കെ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു ഇൻവിജിലേറ്റർ നോക്കാൻ നേരത്ത് എൻ്റെ ശ്രദ്ധ ഈ ഒരു പോയിൻറ്റ്സിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാകും, ഓ ഇതിൽ പോയിൻറ്റ്സ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അവർ ട്രിക്ക് ചെയ്യും. പിന്നെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ബാരിയേഴ്സ് ഫേസ്ഡ് ബൈ വുമൺ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സോഷ്യൽ ബാരിയേഴ്സ് എഴുതണം, എക്കണോമിക് ബാരിയേഴ്സ് എഴുതണം എന്ന് ഇങ്ങനെ എഴുതിയിട്ട് ഓക്കെ ഇതൊരു ബോക്സിൽ കൊടുക്കാമായിരുന്നു കേട്ടോ. സോഷ്യൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോഷ്യൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് സോഷ്യൽ ബാരിയറിന് കീഴെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആൻഡ് പാട്രിയാർക്കൽ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പിന്നെ എഴുതിയേക്കുന്നത് ഒരു റിപ്പോർട്ടാണ്, നാഷണൽ സാമ്പിൾ സർവേയുടെ ഒരു റിപ്പോർട്ട് അതിന് ചെയ്യാൻ വേണ്ടി എഴുതിയിട്ടുണ്ട്. സോ അത് നാഷണൽ സാമ്പിൾ സർവേ ഒക്കെ ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഡേറ്റയുടെ കാര്യം ഞാൻ അണ്ടർലൈൻ ചെയ്തു. പിന്നെ ലാക്ക് ഓഫ് ഫാമിലി സപ്പോർട്ട്, പിന്നെ ലിമിറ്റഡ് ആക്സസ് ടു എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതിൽ നാഷണൽ ഫാമിലി ഹെൽത്ത് ഇവിടെ ഒരു അണ്ടർലൈൻ ചെയ്യുന്നു. അപ്പോൾ NHFSൻ്റെ ഒരു ഡേറ്റയാണ്. ഇതൊരു ഡേറ്റ ഒരു ഇങ്ങനെ എഴുതിയാൽ തന്നേക്കുന്നത്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ബോക്സിലാക്കി ഇങ്ങനെ കൊടുത്തു. പിന്നെ ഈ ബീഹാറിലും എക്സാമ്പിൾ ഈ ബീഹാറിലും ജാർഖണ്ഡിലും ഒക്കെ എഡ്യൂക്കേഷൻ, അതായത് വുമൻസിൻ്റെ ഇടയിലുള്ള എഡ്യൂക്കേഷൻ ഗ്യാപ്പ്, അതായത് വുമൻസിൻ്റെ ഇടയിൽ എഡ്യൂക്കേഷൻ അവർക്ക് ലോ ആണ്. അതിനാണ് ഈ ആരോ മാർക്ക് ഇട്ടേക്കുന്നത്. എക്സാമ്പിളാണ്, ബീഹാറിലും ജാർഖണ്ഡിലും വുമൻസിന് എഡ്യൂക്കേഷൻ ഭയങ്കര ലോ ആണ് ബാക്കി ഇതിനെ അപേക്ഷിച്ച്. അപ്പോൾ അതിന് ഈ ആരോ മാർക്ക് ഇട്ടു. അപ്പോൾ വുമൻ എൻ്റർപ്രണേഴ്സിൻ്റെ എണ്ണവും അവിടെ കുറവാണ് എന്ന് കാണിക്കാൻ വേണ്ടി അതിന് താഴെ ഇങ്ങനെ ആരോ ഇട്ടു, ലോഡ് ആരോ ഇട്ടു. പിന്നെ അതിൽ രണ്ടാമത്തേത് ചോദിച്ചിരിക്കുന്നത് എക്കണോമിക് ബാരിയേഴ്സ് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ എക്കണോമിക് ബാരിയേഴ്സ് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിന് പറ്റുന്ന ഒരു 3 പോയിൻറ്റ്സ് എഴുതിയിട്ടുണ്ട്. പിന്നെ സ്ട്രാറ്റജീസ് ടു എംപവർ വുമൺ എൻ്റർപ്രണേഴ്സ് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ എഴുതിയിട്ടുണ്ട്, ഒരു 4 പോയിൻറ്റ്സോളം എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിനൊരു പറ്റുന്ന ഒരു കൺക്ലൂഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എല്ലാ കീവേഡ്സിലും ഞാൻ എന്താ പറയുക അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് പറയാമല്ലോ, പോരാത്തതിന് ഡേറ്റാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ ഇവിടെ വുമൺ എൻ്റർപ്രണർ അംബാസിഡറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാവുന്നതിന് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ഫലുങ്കി നായരുടെ എക്സാമ്പിൾ കോട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ ഈ എക്സാമ്പിൾ ചെയ്താൽ നേരത്തെ എനിക്ക് അഡീഷണൽ മാർക്ക് കിട്ടും. പിന്നെ ഇ കൊമേഴ്സിൽ എന്തെന്നാ വുമൻസിൻ്റെ ഇത് പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് എന്തെന്നാ ഷർപ്രണേഴ്സ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പോൾ അത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ കുറച്ചൊക്കെ കാര്യമുണ്ട്. പിന്നെ എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരു 3 പേജിൽ കൊളുത്തൊക്കെ വേണം. ഒരു 250 വേർഡ്സിൻ്റെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇന്ത്യൻ അഗ്രികൾച്ചറായിട്ട് ബേസ് ചെയ്ത GSTയിലൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമിൻ ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദ ഇന്ത്യൻ അഗ്രികൾച്ചർ ഇൻ ഇറ്റ്സ് ജേർണീസ് ടുവേഴ്സ് ദ 2047. ഓക്കെ, evaluate the effectiveness of current government initiatives in addressing these challenges and suggest the measures for sustainable agriculture growth എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ അതായത് ഇന്ത്യൻ അഗ്രികൾച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്, പിന്നെ ഇപ്പോൾ ഇന്ത്യക്ക് ഒരു ഇത് എന്താ പറയുക, ഇപ്പോൾ കറൻറ്റ് മെഷേഴ്സിൻ്റെ ഗവൺമെൻറ് എടുത്ത മെഷേഴ്സിൻ്റെ അതിൻ്റെ എഫക്റ്റീവ്നെസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അത് ചലഞ്ചസ് എല്ലാം അതായത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എഴുതിയേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബൈ 2047 ഇന്ത്യ എയിംസ് ടു അച്ചീവ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഗ്രോത്ത് വിത്ത് എൻഹാൻസ്ഡ് പ്രൊഡക്ടിവിറ്റി. അതൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ബൈ എൻഷുറിങ് എൻവയോൺമെൻറ്റൽ സ്റ്റെബിലിറ്റി. ഇതാണ് ഇന്ത്യയുടെ എയിം എന്ന് പറയുന്നത്. അത് ക്വസ്റ്റ്യനിൽ തന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അത് ഇവിടെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഇൻട്രൊഡക്ഷനിൽ. പിന്നെ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ്റെ ഒരു ഡേറ്റയാണ്. അതായത് അഗ്രികൾച്ചർ സെക്ടറിൻ്റെ GDP കോൺട്രിബ്യൂഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അഗ്രികൾച്ചർ സെക്ടറിൽ എത്രത്തോളം വർക്ക് ഫോഴ്സ് ഉണ്ടെന്ന് ഇവിടെ ഒരു ചെറിയൊരു ഗ്രാഫ് പോലെ വരച്ചിട്ട് ഒരു ഡയഗ്രാം വരച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഡേറ്റാസ് അപ്പോൾ ഉണ്ട് എൻ്റെ കയ്യിൽ. അതിന് പുറമെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അതിൽ താഴെ. പിന്നെ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഇന്ത്യൻ അഗ്രികൾച്ചർ എഴുതിയിട്ടുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ ഡിഗ്രേഡേഷൻ എഴുതി. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് ക്രോപ്പ് ഈൽഡിനെ ഫുഡ് സെക്യൂരിറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യും. പിന്നെ വാട്ടർ സ്കാർസിറ്റി ഒക്കെ എഴുതിയിട്ടുണ്ട്.
പിന്നെ ലാക്ക് ഓഫ് അഡ്വക്കേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇത്ര എഴുതിയിട്ടുണ്ട്. പിന്നെ എഫക്റ്റീവ്നെസ്സിൽ ഓരോ ഗവൺമെൻറ് പോളിസീസിൻ്റെ എഫക്റ്റീവ്നെസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ ഞാൻ എഴുതിയേക്കുന്നത് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന എഴുതിയിട്ടുണ്ട്. അതിൽ എന്താണെന്ന് വെച്ചാൽ ഒരു 78 lakh ഹെക്ടേഴ്സ് ഇറിഗേഷൻ ഫെസിലിറ്റി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ വാട്ടർ സ്കാർസിറ്റി അനുഭവപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇംപ്ലിമെൻറ്റേഷൻ ഗ്യാപ്പ് കാരണം. അതൊരു ചെറിയ ഒരു ഷോർട്ട് നോട്ടായിട്ട് ഇതിൻ്റെ ഇടയിൽ എഴുതിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഞാൻ ഡയഗ്രാമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സോയിൽ ഹെൽത്ത് കാർഡിനെ കുറിച്ചിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നീതി ആയോഗിൻ്റെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. നീതി ആയോഗിൻ്റെ ഡേറ്റ അനുസരിച്ച് 23 crore ഫാമേഴ്സിന് സോയിൽ ഹെൽത്ത് കാർഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ ഓൺലി 11% ഫാമേഴ്സ് മാത്രമേ ആ സോയിൽ ഹെൽത്ത് കാർഡിൽ പറയുന്ന ആ കാര്യങ്ങളൊക്കെ അഡാപ്റ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. പിന്നെ നബാർഡിൻ്റെ ആ ഡാറ്റ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മെഷേഴ്സ് ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഗ്രോത്ത് ഇത് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ അങ്ങനെ ഒരു 4 മെഷേഴ്സ് എഴുതിയിട്ടുണ്ട്. പിന്നെ എഴുതിയേക്കുന്നത് കൺക്ലൂഷനാണ്. കണ്ടോ, ഇപ്പോൾ എൻ്റെ ആൻസേഴ്സ് ഇതൊരു നല്ലൊരു ആൻസേഴ്സ്, കാരണം ഇതിൽ ഡയഗ്രാംസ് ഉണ്ട്, ഗ്രാഫ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഗവൺമെൻറ് ഡാറ്റാസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ എന്താണ് വ്യത്യാസം, എൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തമ്മിലുള്ള 3 ഇയേഴ്സ് കൊണ്ട് വ്യത്യാസം വന്നിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്കും കോൺസ്റ്റൻറ്റ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കും ആൻസർ റൈറ്റിങ്ങിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ മുന്നേ എടുത്ത ടൈം, ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ എഴുതിയെടുക്കാൻ ഞാനിപ്പോൾ എല്ലാത്തിനും കാണിക്കുന്നുണ്ട്. ആൻസർ റൈറ്റിംഗ് എഴുതുമ്പോൾ ഞാൻ അതിൻ്റെ ടൈം കാണിക്കുന്നുണ്ട്. അത് ഇപ്പോൾ വന്ന് എനിക്കിപ്പോൾ 13-14 മിനിറ്റിനുള്ളൊരു ആൻസർ എഴുതാൻ പറ്റുന്നുണ്ട്, ഒരു 250 വേർഡ്സിൻ്റെയൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ. നേരത്തെ എനിക്ക് ഒത്തിരി ടൈം എടുത്തായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ 1.5 മണിക്കൂറോളം എടുത്തായിരുന്നു. അതിൽ നിന്നൊക്കെ ഇപ്പോൾ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട്. സോ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ 0 ലെവലിൽ നിൽക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ കണ്ടൻറ്റ് അതായത് സിലബസ് മൊത്തം പഠിച്ചു തീർന്നിട്ട് ആൻസർ റൈറ്റിംഗ് ചെയ്യാനിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി സമയം വൈകി പോകും. അതിന് പകരമായിട്ട് ഇപ്പോൾ സെപ്റ്റംബറായി, ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക ആൻസർ റൈറ്റിംഗ്. എന്താ പറയുക, എന്നിട്ട് അതിൽ ഇമ്പ്രൂവ് ചെയ്യുക, എഴുതി ഇമ്പ്രൂവ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾ UPSC ആൻസേഴ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 150 വേർഡ്സിൻ്റെ ക്വസ്റ്റ്യൻസ് 2 പേജിൽ എഴുതാൻ നോക്കുക. 2 പേജ് എന്ന് പറയുമ്പോൾ ഇതൊരു പേജ്, പിന്നെ ഇത് അടുത്ത പേജ്. 250 വേർഡ്സിൻ്റെ അതുപോലെ തന്നെ 3 പേജിൽ എഴുതാൻ നോക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ആൻസേഴ്സ് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യം പറയാം. അത് ടോപ്പേഴ്സിൻ്റെ ആൻസർ ഷീറ്റ്സാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അവരുടെ ഒറിജിനൽ കിട്ടില്ല, അതായത് ഒറിജിനലായിട്ട് അവർക്ക് UPSCക്ക് വേണ്ടിയിട്ട് എഴുതി കിട്ടത്തില്ല നമുക്ക്. പക്ഷേ അവർ മോക്ക് ടെക്സ്റ്റ് എടുത്തിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ ആൻസേഴ്സിൻ്റെ കോപ്പി കിട്ടും. ഇപ്പോൾ ഞാനും ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. ചില ഇതിൽ നമുക്ക് ആൻസേഴ്സ് എഴുതുമ്പോൾ ഡൗട്ട് വരാൻ നേരത്ത് അവരുടെ ഒരു ടോപ്പേഴ്സിൻ്റെ കോപ്പി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വേർഡ്സ് ചുരുക്കാനൊക്കെ ഇല്ലേ. ഇപ്പോൾ ഞാനിപ്പോൾ ദൃഷ്ടിയിൽ ഇങ്ങനെ ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യനൊക്കെ എടുത്ത് എഴുതി വെച്ചിട്ട് അത് പഠിച്ചിട്ട് എഴുതാറുണ്ട്. പക്ഷേ അത് ഫുള്ള് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. ഫുള്ള് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് നിൽക്കത്തില്ല, അത്രയും എഴുതാനുള്ള ഗ്യാപ്പ് ഒന്നും കിട്ടത്തില്ല. നമുക്കൊരു ക്വസ്റ്റ്യന് കൂടി പോയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 9 മിനിറ്റിനുള്ളിൽ തീരണം. 20 ക്വസ്റ്റ്യൻസ് അല്ലേ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട്, 3 മണിക്കൂറുള്ളൂ. അപ്പോൾ അത് നമുക്ക് ചെറുതാക്കണം. എത്രത്തോളം കീ പോയിൻറ്റ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ആൻസേഴ്സ് നന്നാക്കണം. സോ അതിനൊക്കെ ഗൈഡ് ചെയ്യുന്നത് നമ്മൾ ടോപ്പേഴ്സിൻ്റെ ആൻസർ ഷീറ്റ്സ് ഉണ്ടാവും, അതിൽ പോയി നോക്കുക അവരെങ്ങനെയാണ് ആൻസേഴ്സ് എഴുതാറുണ്ടെന്ന് പോയി നോക്കുക. അതൊന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെ ആൻസേഴ്സ് സമ്മറൈസ് ചെയ്യണം, അതിൽ കീ പോയിൻറ്റ്സ് മാത്രം എടുത്ത് എങ്ങനെയൊക്കെ എഴുതണം എന്ന് നമുക്ക് നല്ല ഐഡിയ കിട്ടും. ഞാനിപ്പോൾ പോലും എന്താ പറയുക, ഓൾ ഇന്ത്യ റാങ്ക് ഈ വർഷത്തെ ഓൾ ഇന്ത്യ റാങ്ക് 1ൻ്റെ ആൻസേഴ്സ്, മോക്ക് ടെസ്റ്റിൻ്റെ ആൻസേഴ്സ് കോപ്പി അനലൈസ് ചെയ്യാറുണ്ട്. എന്നിട്ടാണ് ഞാൻ ആൻസേഴ്സ് എഴുതാറുള്ളത്. കുറച്ചും കൂടി എനിക്ക് വേർഡ്സ് കട്ട് ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പക്ഷേ കുറച്ച് ഞാൻ മുന്നത്തെക്കാളും ഞാൻ ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. എനിക്ക് ആൻസേഴ്സ് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഞാൻ ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ സെപ്റ്റംബറായി, ഇതുവരെ ആൻസേഴ്സ് എഴുതാത്തവർ നിങ്ങൾ ആൻസർ റൈറ്റിംഗ് ചെയ്യുക. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിൻ്റെ മെയിൻസിൻ്റെ PYQs നോക്കുക, ആ ഒരു ഇത് റിലേറ്റഡ് ആയിട്ടുള്ള PYQs നോക്കുക. എന്നിട്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹിമാലയത്തിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ മെയിൻസിൻ്റെ ഹിമാലയത്തിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുക. എന്നിട്ട് അതിൽ എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അനുസരിച്ച് ആൻസർ റൈറ്റിംഗ് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ആദ്യമൊക്കെ നമ്മൾ എഴുതുന്നത് പൊട്ട ആൻസേഴ്സ് ആയിരിക്കും, പക്ഷേ എന്താ പറയുക, നമ്മൾ എഴുതി വരാൻ നേരത്ത് അത് ഇമ്പ്രൂവ് ആയിക്കോളും. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.